ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട കാർമൽ റൂഹ മിനിസ്ട്രി സിസ്റ്ററുടെ യൂട്യൂബ് ചാനലിൻ്റെ സ്വന്തം കുടുംബാംഗങ്ങളെ, ഈ ദിവസങ്ങളിലായി ഇന്ന് നമ്മൾ 5-ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 1-ാം ദിവസം നമ്മൾ കണ്ടത് നമ്മുടെ വീട് മുഴുവൻ അടിച്ച് വൃത്തിയാക്കി, ആവശ്യമില്ലാത്തത് കത്തിച്ച് കളഞ്ഞ്, ആവശ്യമില്ലാത്ത ഉപേക്ഷിച്ച് കളഞ്ഞ്, പാവപ്പെട്ടവർക്ക് കൊടുക്കാനുള്ളത് കൊടുത്ത് നമ്മൾ വീട് ശുദ്ധീകരിച്ചു. അതിനുശേഷം നമ്മുടെ വീടിൻ്റെ മുൻപിൽ നമ്മളൊരു നക്ഷത്രം തൂക്കിയിട്ടു. ഈ നക്ഷത്രം ഞാനൊരു ക്രിസ്ത്യാനിയാണെന്നും 24 ദിവസവും ഞാൻ ത്യാഗത്തോടും ഉപവാസവും നോമ്പും പ്രാർത്ഥനയോടും കൂടെ ഞാൻ ഈശോയുടെ ജനന തിരുനാളിനെ ഒരുങ്ങുകയാണെന്ന്, ഞാനൊരു നക്ഷത്രമാകണമെന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അത് കാണുന്നവരെയും ഓർമ്മിപ്പിക്കുന്നു. ഈ ദിവസം യാത്ര ചെയ്തപ്പോൾ പല വീടുകളുടെ മുൻപിലും നക്ഷത്രങ്ങൾ ഒന്നല്ല ഒരുപാട് നക്ഷത്രങ്ങൾ തൂക്കിയിട്ടിരിക്കുന്നത് കണ്ടു. ഒരുപാട് സന്തോഷം തോന്നി. വീണ്ടും നമ്മൾ ചെയ്തത് ഹൃദയമാകുന്ന നമ്മുടെ പുൽക്കൂട്, ഹൃദയത്തിലെ നമ്മുടെ ഈശോയ്ക്ക് കൊടുക്കുന്ന സ്ഥലം, അതിൻ്റെ പരിശുദ്ധി, അതിൻ്റെ മനോഹാരിത, ഹൃദയം അലങ്കരിച്ച വിധം എല്ലാം നമ്മൾ 4-ാം ദിവസവും 3-ാം ദിവസവും കണ്ടു. ഇന്ന് നമ്മൾ നമ്മുടെ കണ്ണിനെ കൗതുകവും, ജഡത്തിനെ ആസ്വാദികരവും, ശരീരത്തിനെ സന്തോഷ സുഖവും നൽകുന്ന മൊബൈൽ എടുത്തുകൊണ്ട് ആവശ്യമില്ലാത്ത നമ്പറുകൾ, ആവശ്യമില്ലാത്ത കോണ്ടാക്റ്റുകൾ, ആവശ്യമില്ലാത്ത വാട്സപ്പുകൾ, ആവശ്യമില്ല, ഇത് ഈശോയ്ക്ക് ഇഷ്ടമല്ല എന്ന് തോന്നുന്നതെല്ലാം നമ്മൾ പൂർണ്ണമായിട്ട് തീർത്തും നമ്മൾ ഉപേക്ഷിക്കുകയാണ്. ഇങ്ങനെ ബാഹ്യമായ ഒരുപാട് ഒരുക്കങ്ങൾ ചെയ്തിട്ട് വേണം നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ സുഹൃത ജപം ചൊല്ലൽ, 40 നന്മ നിറഞ്ഞ മറിയം, 24-ാം തീയതി വരെ 40 നന്മ നിറഞ്ഞ മറിയം, ഈശോയ്ക്ക് പുഷ്പമുടി, ത്യാഗാനുഷ്ഠാനങ്ങൾ, ഒരുപാട് ഇതിൻ്റെ ഒപ്പം പോകുന്നു. അങ്ങനെ സ്ഥലവും ഹൃദയത്തിലെ ഒരു പുൽക്കൂടും നിർമ്മിച്ച ശേഷമാണ് ഉണ്ണിക്ക് കിടക്കാനുള്ള തലയണയൊക്കെ നമ്മൾ ശരിയാക്കുന്നത്. ആദ്യം തന്നെ തലയണയല്ല, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് വേണം അതിലേക്ക് എത്താൻ. പ്രിയപ്പെട്ടവരെ, ഒരു സ്ഥലം കൊടുക്കുക. എൻ്റെ ഹൃദയത്തിലെ എൻ്റെ ഉണ്ണി യേശുവിന് വന്ന് പിറക്കുവാൻ ഹൃദയമാകുന്ന പുൽക്കൂട്ടിലെ സ്ഥലം ഒരുക്കൽ തന്നെ വലിയൊരു പണിയാണ് ഈ ദിവസങ്ങളിൽ. നമുക്ക് സിമ്പിൾ ടു കോംപ്ലക്സ്, ജനറൽ ടു സ്പെസിഫിക്, ലളിതമായ കാര്യങ്ങളിൽ നിന്ന്, പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് തുടങ്ങി അവസാനം നമ്മൾ പുൽക്കൂട് അലങ്കാരത്തിലേക്കും ഉണ്ണിക്ക് കിടക്കാനുള്ള മെത്തയും തലയിണയൊക്കെ നമ്മൾ ഒരുക്കുന്നു. സിമ്പിളായിട്ടാണ് സിസ്റ്റർ പറയുന്നത്. വളരെ സിമ്പിളിൽ നമുക്ക് തുടങ്ങാം. ലളിതമായി, സിമ്പിൾ ഫെയ്ത്ത്, ശുദ്ധമായ വിശ്വാസമുള്ള മക്കൾക്ക് വേണ്ടിയാണ്. ബുദ്ധിയിലെ അന്ധകാരമല്ല, ബുദ്ധിയിലെ അറിവിൻ്റെ മേഖലയല്ല, ബുദ്ധിയിലെ വിശ്വാസം കൊണ്ട് നടക്കുന്ന സിമ്പിൾ ഫെയ്ത്തുള്ള മക്കൾക്ക് വേണ്ടിയാണ് സിസ്റ്റർ ഇത് പറയുന്നത്. ഈ അടുത്ത് 2-3 സിസ്റ്ററോട് ചോദിക്കുകയായിരുന്നു. അവർക്ക് പോലും അറിയില്ല, അവർ കണ്ടിട്ടില്ല വീഡിയോ. പക്ഷെ അവരുടെ വീട്ടുകാർ ചോദിക്കുകയാണ്, കാർമൽ സിസ്റ്ററിനോട് ഒരു 100 മണിക്കൊന്ത, 100 മണിമാല, 1000 യേശുവേ എന്ന് ചൊല്ലാൻ 100 മണിമാല ഞങ്ങൾക്ക് മാറ്റി വെക്കണമെന്ന് സിസ്റ്റേഴ്സിൻ്റെ റിലേറ്റീവ്സ് ഞങ്ങളുടെ തന്നെ സിസ്റ്റേഴ്സിനോട് ചോദിക്കുകയാണ്. ഒരുപാട് സന്തോഷം തോന്നി. സിസ്റ്ററുടെ ഓരോ വീഡിയോ പാവപ്പെട്ട മക്കൾക്ക്, ശുദ്ധഗതിക്കാർക്ക്, സിമ്പിൾ ഫെയ്ത്ത്, ലളിത വിശ്വാസം ചെയ്യാൻ കുറച്ചും കൂടി പ്രാക്ടിക്കലായ കാര്യങ്ങളാണ് സിസ്റ്റർ പറയുന്നത്. ഒരു ഡോക്ടർ എന്ന നിലയിൽ ഒരുപാട് പുസ്തകങ്ങൾ റെഫറൻസ് വായിച്ച് ബൈബിൾ വേണമെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പക്ഷേ പരിശുദ്ധാത്മാവ് ലളിതമായ രീതിയിലാണ്
സിസ്റ്ററിനെ കൊണ്ട് എല്ലാം ചെയ്യിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് നമുക്ക് പിന്നീട് നമ്മൾ മറ്റു കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുകയാണ്. ഹൃദയമാകുന്ന പുൽക്കൂട് പൂർണ്ണമായും പരിശുദ്ധമായും ഒരുക്കിയതിന് ശേഷമാണ് മറ്റു കാര്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധ ചെലുത്തുന്നത്. ആമേൻ.